ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷേ അതെങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് അത് പ്രാവർത്തികമാക്കാൻ പറ്റുക എന്നത് പലർക്കും വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. സോ ഞാൻ എന്താണ് മാനിഫെസ്റ്റേഷൻ എന്നാണ് പറയാൻ പോകുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് കംപ്ലീറ്റ് ചെയ്തൊരു ബുക്കാണ് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ജോസഫ് മുർഫിയുടെ ബുക്കാണ് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ഇപ്പം മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് ഒരു ചെറിയ ഐഡിയ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് എടുക്കുക. ഗൂഗിൾ മാപ്പിൽ നമ്മൾ കറക്റ്റ് നമ്മൾ ഡെസ്റ്റിനേഷൻ പറഞ്ഞാൽ മാത്രമല്ലേ നമ്മളെ ഗൂഗിൾ മാപ്പ് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്യാൻ പറ്റും. അതിപ്പം ഷോർട്ട് ടൈം ഗോൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോങ് ടൈം ഗോൾസ് ആയിരിക്കാം. നമുക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ലൈഫ് പോകും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുക. നമ്മൾ എന്ത് ചോദിക്കുന്നു അത് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം വേണം. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷനും ഫെയ്ത്തും തമ്മിൽ വല്ലാത്തൊരു കണക്ഷനുണ്ട്. അപ്പം ഫെയ്ത്തും തമ്മിലുള്ള കണക്ഷനുണ്ട്. അതെന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇപ്പം അതൊരു എക്സാമ്പിൾ വഴി പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഒരു മണ്ണിലൊരു ചെടി നട്ടു. ആ ചെടി നട്ടിട്ട് എല്ലാ ദിവസവും നമ്മൾ ആ ചെടി വളരുന്നുണ്ടോ, വേര് പിടിക്കുന്നുണ്ടോ എന്നത് എപ്പോഴും നമ്മൾ നോക്കിയാൽ ആ ചെടി വളരില്ല അല്ലേ. അതുപോലെ തന്നെയാണ് നമുക്ക് ഫെയ്ത്ത് ഉണ്ടാവണം. നമ്മളൊരു കാര്യം ചോദിച്ചാൽ നമുക്ക് കിട്ടും എന്നുള്ളൊരു ഫെയ്ത്ത് വേണം. ആ ഫെയ്ത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് ഓൺ ദ വേ ആണ്. അത് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ ലൈഫിലേക്ക് വരും. നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ പറയുന്നത് നമുക്ക് അത് ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് ലൈഫിലേക്ക് കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഷോർട്ട് ടൈം ഗോൾ ആണ്, എനിക്കൊരു ബൈക്ക് വാങ്ങണം, ഓക്കെ, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം. അത് ഏത് മോഡലാണ്, ഏത് കമ്പനിയാണ്, ഏത് മോഡലാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. അതിനെ നമ്മൾ ഇമാജിൻ ചെയ്യണം. ഓക്കെ, ഇമാജിൻ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുക്കാൻ വേണ്ടി പോവാം. ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുക്കുമ്പം നമ്മളത് ഓടിച്ച് നമ്മളത് ഫീൽ ചെയ്ത് നമ്മളതിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫൈനലി നമ്മൾ അതിലേക്ക് എത്തിച്ചേരും. ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഷോർട്ട് ടൈം കൂടെ ഇപ്പോൾ ഒരു കാറ് വാങ്ങണം. അത് നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെയും രാത്രിയും കിടക്കുന്നതിന് തൊട്ട് മുന്നേയും രാവിലെയും നമ്മളത് തിങ്ക് ചെയ്യുക. നമ്മൾ ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതും നമുക്ക് എങ്ങനെ അത് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ആ ഫീലും അതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം കണ്ണടച്ച്. ഓക്കെ, പിന്നെ ഈ രാവിലെ രാത്രി എന്ന് പറയുന്ന ടൈം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ടൈമിൽ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വളരെ കുറവായിരിക്കും. ഓക്കെ, നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ അതിങ്ങനെ ലോജിക്കലി ഇതാവുക, എനിക്ക് അത്രയും എൻ്റെ അടുത്ത് എമൗണ്ട് ഇല്ലല്ലോ, ഒരിക്കലും നടക്കൂല എന്നൊക്കെയുള്ള നെഗറ്റീവ് തോട്ട്സ് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വെക്കും. ആ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ ഏറ്റവും മോർണിംഗ് നമ്മൾ എഴുന്നേറ്റ പാടെയുള്ളതും നമ്മൾ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നുള്ള ടൈമും നമ്മൾ ഇങ്ങനെ തോട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മളിങ്ങനെ തിങ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ ഒരു പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ഈ മാനിഫെസ്റ്റേഷനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ബൈബിൾ വേഴ്സസ് ഉണ്ട്. നമുക്കിനി അതിലേക്ക് പോകാം. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ. അതിന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, നിങ്ങൾക്കിപ്പം ഒന്നുകിൽ നിങ്ങൾക്ക് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലിസ്റ്റ് എന്തൊക്കെയാണ് വിഷസ് എന്നുള്ളത് ഒരു പേപ്പറിൽ നിങ്ങൾ ആലോചിച്ച് കുറേ നേരം സ്വസ്ഥമായിട്ടിരുന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള എല്ലാം നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ഇത് രാവിലെയും വൈകുന്നേരവും നിങ്ങൾ എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാൻ പോകുന്ന തൊട്ട് മുന്നേ നമ്മളത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഫീൽഡിലേക്ക് പോകണം. നമ്മളിപ്പം വണ്ടിയാണെങ്കിൽ വണ്ടി ഓടിക്കുന്നതായിട്ടും നമുക്കത് ആ സംഭവം കിട്ടിക്കഴിയുമ്പം നമുക്ക് എന്താണ് ഫീല് എന്നുള്ളത് ആ ഫീല് നമ്മൾ അനുഭവിക്കണം. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിന് അറിയത്തില്ല നമ്മൾ തിങ്ക് ചെയ്യുന്നത് റിയൽ ആണോ അല്ലയോ, നമ്മൾ അതിലേക്ക് തന്നെ നമ്മളെ എത്തിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. എപ്പോഴും കാണുന്ന നിങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാൾപേപ്പറായിട്ട് നിങ്ങളുടെ ഫോണിലോ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിനെല്ലാം ഓരോ പിക്ചർ വെച്ചിട്ട് നിങ്ങൾക്കൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഈ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ ഇതിനെ സപ്പോർട്ട് ചെയ്ത കുറേ ബൈബിൾ വേഴ്സസ് ഉണ്ട്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ വേഴ്സസ് ഉണ്ട്. അത് നമുക്ക് കാണാൻ. ഓക്കെ, Matthew chapter 7 verse 7. Ask and you will receive, seek and you will find, knock and the door will be opened to you. For everyone who asks will receive, and anyone who seek will find, and the door will be opened to those who knock. ഇതാണ് മറ്റൊരു വേഴ്സ്. Matthew chapter 21 verse 22. If you believe, you will receive whatever you ask in prayer.
ഇതും ഒരു നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തരുന്നൊരു വേഴ്സാണ്.